ഇന്ന് നമുക്ക് അവൽ മിൽക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അവൽ മിൽക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് അവൽ കുറച്ച് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പം ഞാൻ ഇപ്പോൾ തീ ഓൺ ചെയ്ത് ഞാൻ ആ പാനിലേക്ക് കുറച്ച് അവൽ ഇട്ട് കൊടുക്കുവാണ്. ഞാനിവിടെ വെള്ള അവലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അവലെടുക്കാം. വെള്ള അവലോ ബ്രൗൺ കളറിലെ അവലോ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ ഈ അവൽ കുറച്ച് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. നമുക്ക് എത്രയാണോ അവൽ മിൽക്ക് ഉണ്ടാക്കേണ്ടത് അതനുസരിച്ച് വേണം അവലെടുക്കാൻ. അപ്പോൾ അതിന് പ്രത്യേകം ഒരു അളവൊന്നുമില്ല. ഇപ്പോൾ അവലൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കണമെന്നുള്ളവർക്ക് അതെടുക്കാം, അത്രയും തന്നെ എടുക്കാം. അപ്പോൾ ഇത് എല്ലാ അവലും ചെറുതായിട്ട് ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇത് വറുക്കരുത്, വറുത്ത് കഴിഞ്ഞാൽ അത് കട്ടി കൂടി പോവും. അപ്പോൾ അത് നമുക്ക് എല്ലാം ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുത്താൽ മതി. ഇതിങ്ങനെ ഒന്ന് നോക്കാം. ചൂടായത് നമുക്കറിയാം, ഇങ്ങനെ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ തന്നെ. ഓക്കെ, ഇപ്പോൾ അവൽ ചൂടായിട്ടുണ്ട്. ഇപ്പോൾ അവലെല്ലാം നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. അവൽ മിൽക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇനി നമുക്ക് അവൽ മിൽക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് ആദ്യമായിട്ട് കുറച്ച് പഴം നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഇതുപോലത്തെ റോബസ്റ്റ് പോലത്തെ തന്നെ മഞ്ഞ കളറിലെ പഴമാണ്. ഇപ്പം യഥാർത്ഥത്തിൽ അവൽ മിൽക്ക് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് പാളയംകോടൻ പഴം അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ഞാലിപ്പൂവൻ പഴമുണ്ട്, അതാണെങ്കിൽ വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഈ രണ്ട് പഴമാണ് സാധാരണ അവൽ മിൽക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ എനിക്കിവിടെ അത് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതേപോലുള്ള പഴമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നല്ല പഴുത്ത പഴമാണെങ്കിൽ നല്ല മധുരമായിരിക്കും. നമ്മൾ മധുരമൊന്നും അല്ലാതെ ചേർക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ രണ്ട് പഴം എടുത്ത് ഒന്ന് അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പം ഒരു ഫോർക്ക് ഉപയോഗിച്ച് നമുക്ക് ഈ പഴം നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഫോർക്കോ സ്പൂണോ വെച്ച് നന്നായിട്ട് ഉടച്ചെടുത്താൽ മതി. അല്ലാതെ മിക്സിയിലൊന്നും അടിച്ചെടുക്കണ്ട. കാരണം പഴത്തിൻ്റെ ആ ഒരു ചെറിയ കഷ്ണം വേണം. അപ്പോഴാണ് ആ അവൽ മിൽക്കിന് നല്ലൊരു, അത് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പം ഞാൻ പഴം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവൽ മിൽക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഞാൻ കുറച്ച് വലിയ ഗ്ലാസ്സാണ് എടുത്തേക്കുന്നത്. കാരണം കുറച്ച് ലെയറായിട്ട് അധികം ചെയ്യണം. അപ്പോൾ അതിന് കുറച്ച് വലിയ ഗ്ലാസ് എടുക്കുന്നതാണ് നല്ലത്. ഗ്ലാസ്സിലേക്ക് ആദ്യം നമ്മൾ പഴം ഇനി ആ പഴത്തിൻ്റെ മുകളിൽ കുറച്ച് അവൽ, നമ്മൾ ചൂടാക്കി വെച്ചേക്കുന്ന അവൽ കുറച്ചിട്ട് കൊടുക്കുക. കുറച്ച് കപ്പലണ്ടി. ഇപ്പോൾ ഇത് വറുത്ത് വെച്ചേക്കുന്ന കപ്പലണ്ടിയാണ്. കപ്പലണ്ടി വറുത്തത് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പം ഈ കപ്പലണ്ടിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാവുന്നതാണ്. അതുപോലെ ഞാനിനി കുറച്ച് ചെറി ചേർക്കുവാണ്. ഇത് ഞാൻ കുറച്ച് ചെറി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ചെറിക്ക് പകരം ടൂട്ടി ഫ്രൂട്ടി വേണമെങ്കിലും ചേർക്കാം. ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ മുകളിൽ കുറച്ച് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് ഇതുപോലെ പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ലെയറാണ് ചേർക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ ആദ്യം മുതലേ നമുക്ക് ഒരു ലെയറും കൂടെ ചേർക്കാം. കുറച്ച് പഴം ആദ്യം ചേർക്കണം. കുറച്ച് അവൽ ചേർത്ത് കൊടുക്കുക. അവൽ ചേർത്ത ശേഷം കുറച്ച് കപ്പലണ്ടി, അതിനുശേഷം കുറച്ച് ചെറി, കുറച്ച് ബിസ്ക്കറ്റ്, ഇതുപോലെ രണ്ട് ലെയർ ചേർത്ത് ഇനി വേണമെങ്കിൽ ഒരു ലെയറും കൂടെ ചെറുതായിട്ട് വേണമെങ്കിൽ ഒരു ലെയറും കൂടെ ചേർക്കാം. അപ്പോൾ ഇത്രയും ഗ്ലാസ്സിൻ്റെ ഇത്രയും ഭാഗം ഒഴിഞ്ഞു കിടക്കുവാണ്.
അപ്പോൾ അതങ്ങനെ കിടക്കണം. കാരണം കുറച്ച് ഇനി പാൽ നമ്മൾ ഒഴിക്കുമ്പോൾ ഇത് കുറച്ച് കുതിർന്ന് മുകളിലേക്ക് വരും. ഇത് ലെയറാക്കിയ ശേഷം കുറച്ച് സ്പേസ് കൊടുക്കണം ഗ്ലാസ്സിൽ, അല്ലെങ്കിൽ അത് കുതിർന്ന് പുറത്ത് പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാലൊഴിക്കാം. നല്ല തണുത്ത പാൽ വേണം നമ്മളിതിലേക്ക് ഒഴിക്കാനായിട്ട്. അപ്പം നല്ല തണുത്ത പാലാണ്. പാലൊഴിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം, കാരണം കുറേശ്ശെ പാൽ മാത്രമേ ഒഴിക്കാവുള്ളൂ, അല്ലെങ്കിൽ ആ ലെയറെല്ലാം അങ്ങ് ഒരുമിച്ചായി പോവും. അപ്പോൾ കുറേശ്ശെ പാലൊഴിക്കുമ്പോൾ അത് കുറേശ്ശെ അങ്ങ് അടിയിലേക്ക് പൊയ്ക്കോളും. അപ്പോൾ ഇത് കുതിർന്ന് അടിയിലേക്ക് പോകാൻ കുറച്ച് സമയം എടുക്കും. അപ്പം നമ്മൾ അതനുസരിച്ച് പാലൊഴിച്ചാൽ മതി. കുറച്ച് പാലൊഴിച്ച ശേഷം കുറച്ച് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്ത ശേഷം പാലൊഴിക്കാം. അപ്പോൾ നമ്മൾ ഓരോ ലെയർ ആക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പാലൊഴിച്ചൊഴിച്ച് വരാം. പക്ഷെ അപ്പം നമ്മൾക്ക് ഈ ലെയർ ഇതുപോലെ കിട്ടില്ല, എല്ലാം ഒരുമിച്ചായിപ്പോവും. ഇതിപ്പോൾ കണ്ട നിങ്ങൾക്ക് കാണാം, കുറേശ്ശെ പാലിങ്ങനെ അടിയിലേക്ക് വരുവാണ്. അപ്പം നമുക്കതനുസരിച്ച് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഗ്ലാസ്സിന് മുകളിൽ വരെ ഇപ്പോൾ പാലൊഴിച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് കുതിർന്ന് താഴേക്ക് പോവും പാല്. അപ്പോൾ നമുക്ക് ഇതിനിപ്പോൾ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കണം. ഇത് ഒന്ന് മൂടിയ ശേഷം നമുക്ക് ഇത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം. അപ്പോഴേക്കും അത് നന്നായിട്ട് സെറ്റാവും. അപ്പോൾ നമ്മുടെ അവൽ മിൽക്ക് റെഡിയായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഏകദേശം 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചു. ഇപ്പോൾ പാലൊക്കെ നന്നായിട്ട് ഇതിനകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇതിപ്പോൾ നമുക്ക് ലെയറായിട്ട് തന്നെ അത് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇതിപ്പോൾ റോസ് നിറത്തിൽ കാണിക്കുന്നത് അത് ആ ചെറിയുടെ കളറ് ആ പാലിലേക്ക് ഇറങ്ങിയത് കൊണ്ടാണ്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ഐസ്ക്രീമും കൂടെ സ്കൂപ്പ് ചെയ്ത് വയ്ക്കുവാണ്. ചെറിയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അവൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവൽ മിൽക്കാണിത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.